ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ദ്വാരപാലക ജാമ്യം ലഭിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതിന്റെ വിവരങ്ങൾ രാഹുൽ ജി നാഥ് തന്നെ നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ അല്പം മുൻപ് നമ്മുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, ഈ അപൂർവമായ കേസാണ്, പുറത്തിറങ്ങി മറ്റെന്തെങ്കിലും അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ നടത്തുമോ എന്ന കാരണം കൊണ്ട് പുറത്തിറക്കാതിരിക്കുമോ, ജാമ്യം കൊടുക്കാതിരിക്കുമോ എന്നതൊക്കെ വിശദാംശങ്ങൾ എന്ത്? മോത്തി, ദ്വാരപാലക ശില്പ കേസിൽ ഇന്ന് അഥവാ ജാമ്യം ലഭിച്ചാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന വസ്തുത മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കട്ടിടപ്പാളി കേസിലും ഇത്തരത്തിൽ റിമാൻഡിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. ഇവിടെ എന്തായാലും ഒരു സ്വാഭാവിക നീതിയാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. അതായത് 90 ദിവസമായി റിമാൻഡിലാണ്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി താനാണ്, ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, തെളിവെടുപ്പ് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി കഴിഞ്ഞു. 90 ദിവസത്തിന് ശേഷവും ഇത്തരത്തിൽ ജയിലിൽ തുടരുന്നത് അത് സ്വാഭാവിക നീതിക്കെതിരാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നാണ് ഇന്നലെ പ്രതിഭാഗം വാദിച്ചത്. പ്രോസിക്യൂഷനും വലിയ വാദങ്ങളുമായി മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഉപാധികൾ മാത്രമാണ് പ്രോസിക്യൂഷന് മുന്നോട്ട് വെച്ചത്. അതായത് ജാമ്യം അനുവദിച്ചാൽ ഈ കേസിലെ വ്യാപ്തി കോടതി കണക്കിലെടുക്കണം. വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അതിനുതകുന്ന തരത്തിലുള്ള പണം കോടതിയിൽ കെട്ടിവെച്ച ശേഷം മാത്രമേ ജാമ്യം അനുവദിക്കാവൂ. ഒപ്പം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതി നൽകരുത് തുടങ്ങിയ ഉപാധികളാണ് പ്രോസിക്യൂഷനും ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം 90 ദിവസമായി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അപ്പോഴും പറയുന്നത് ജാമ്യം ലഭിച്ചാൽ തന്നെ പുറത്തേക്കിറങ്ങുക അസാധ്യമാണ്. കാരണം ഈ കട്ടിളപ്പാളി കേസിലും നിലവിൽ റിമാൻഡിലാണ്. അതിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്ത് കടക്കാനാകൂ. അത് മാത്രമല്ല, ED ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധേയമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ EDയുടെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ കടക്കും എന്നുള്ളത് മുന്നിലുണ്ട്. അതുകൊണ്ട് എന്തായാലും പുറത്തിറങ്ങാൻ അസാധ്യമാകും. എങ്കിലും സാങ്കേതികമായി 90 ദിവസമായി ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത, കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇന്ന് വിധി പറയുക, ജാമ്യം ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മോത്തി.